വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, ആ നിമിഷം തന്നെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പ്രിയപുത്രൻ നൊന്തുതീരുന്ന സഹോദരങ്ങളുടെ വേദനയെ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. മിനിസ്ട്രിയുടെ പരിശുദ്ധാത്മ അഭിഷേകം നടക്കുകയായിരുന്നു. അതിൽ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. നല്ല ധ്യാനമായിരുന്നു. ഇന്നൊരു ദിവസം ഞാൻ വന്നുള്ളൂ. പക്ഷേ ധ്യാനം കേട്ട് നല്ല ഉണർവുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ഉറവ് കിട്ടി. എല്ലാം നല്ലതായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ നല്ല അഭിഷേകമായിരുന്നു. അഭിഷേകമുള്ള നല്ല ഇതായിരുന്നു, ധ്യാനമായിരുന്നു. അത് നമുക്കിവിടെ വളരെ റേറെ കിട്ടത്തുള്ളൂ. അത് കിട്ടിയത് വളരെ നന്നായി. അത് എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള ഉണർവിനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും നല്ല നമുക്ക് ഫ്രീക്വൻ്റ് അത് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ സജഷൻ. ധ്യാനം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 ദിവസം കൂടിയുള്ളെങ്കിലും നല്ലതായിട്ട് നല്ലൊരു ആത്മവിശ്വാസം, നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്ക് ആക്ച്വലി ധ്യാനമൊക്കെ വളരെ ഇഷ്ടമാണ്. ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും ഇതുപോലുള്ള വാർഷിക ധ്യാനങ്ങൾ കൂടുതൽ കൂടണം. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആരോഗ്യം നമുക്ക് കൂടുതൽ കിട്ടും. ഇത് നല്ല ഒന്നാന്തരം ധ്യാനമായിരുന്നു. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു. ഇനി മേലിൽ സംഭവിക്കട്ടെ എന്ന് വിഷയമില്ല. We're standing here after the retreat of Queen Mary Ministry. Now let's go and ask the people what they were feeling throughout the retreat. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ല ധ്യാനമാണ്. അച്ഛൻ്റെ പ്രത്യേകിച്ച് നല്ല ധ്യാനമായിരുന്നു. ആളുകൾ എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ? ഫാമിലി ലൈഫിനെ കുറിച്ച് ഒത്തിരി ഡൊമിനിക്കങ്ങൾ ഒത്തിരി ചെയ്തു. ധ്യാനം 3 ദിവസം കൂടിയായിരുന്നു. വളരെ ദൈവാത്മികവും വളരെ മൂർച്ചയേറിയ ദൈവ സന്ദേശങ്ങളാണ് മനസ്സിനെ പതിക്കുന്ന രീതിയിലുള്ള വളരെ ആധ്യാത്മികമായ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തുടർന്നുള്ള ഈ ധ്യാനം ഈ ക്വീൻ മേരി ടീമിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക, പ്രാർത്ഥിക്കുക. വചനം എന്ന് പറയുമ്പോഴത്തേക്കും വചനം ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അത് ഏത് രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. നമ്മുടെ നോയമ്പ് കാലത്ത് നമ്മുടെ ഇടവകയ്ക്ക് ഒരു പുതിയ ഉണർവ് കൊടുക്കാൻ കഴിഞ്ഞു. ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാ. പ്രിയമുള്ളവരെ, നാം ഈ സമയം പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുക. ക്രൈസ്തവ ജീവിതം അരൂപിയിലുള്ള ജീവിതമാണ്. വിശ്വാസ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം ദൈവീക സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഈ ഉന്നതമായ കൃപയിലേക്ക് ഒരു ക്രൈസ്തവന്, ഒരു വിശ്വാസിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ്. ആര് അരൂപിയിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ, ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുവോ, ആ വ്യക്തി അനുഗ്രഹത്തിൻ്റെ കൃപയിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടുന്നു. പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന 4 ഉന്നതമായ കൃപയാണ്. ഒന്ന്, 24 മണിക്കൂറിൻ്റെ ഓരോ നിമിഷങ്ങളിലും അനുഗ്രഹത്തിൻ്റെ
ഉന്നതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള വിളി. 2, 24 മണിക്കൂറിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവീയമായ സംരക്ഷണത്തിൻ്റെ കൃപയിൽ ജീവിതം നയിക്കപ്പെടുവാനുള്ള വിളി. 3, സമ്പൂർണമായ രക്ഷ. 4, സമ്പൂർണമായ സൗഖ്യവും വിടുതലും. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ പിതാവായ ദൈവം നമുക്ക് നേടിയെടുത്തു തന്ന ഈ 4 ഉന്നതമായ കൃപയിലേക്ക് ഒരു ക്രൈസ്തവന്, ഒരു വിശ്വാസിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രം. ഇതാ, ആര് അരൂപിയിലുള്ള ജീവിതത്തിലേക്ക്, ആര് ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അവർ ഈ ഉന്നതമായ കൃപയിലേക്ക് കടന്നു വരുന്ന വ്യക്തികളായിട്ട് മാറ്റപ്പെടുന്നു. നാം എല്ലാവരും ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നേർച്ചകാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നൊവേനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അനേകം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ എല്ലാം ഉന്നതമായ ലക്ഷ്യം നമുക്ക് ദൈവസന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിക്ക് സമ്പൂർണമായ അനുഗ്രഹത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരുവാനുള്ള ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന ഉന്നതമായൊരു വഴി ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ചാനലിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. ഏതെങ്കിലും ഒരു സമയമല്ല, 24 മണിക്കൂറിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈ അനുഗ്രഹത്തിൻ്റെ ചാനലിൽ ജീവിതം നയിക്കപ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ ക്രൈസ്തവനും, ഓരോ വിശ്വാസി. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ് അനുഗ്രഹത്തിൻ്റെ ചാനൽ. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ക്രൈസ്തവന് വേണ്ടി, ഒരു വിശ്വാസിക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഉന്നതമായ ഈ ജീവിതം അനുഗ്രഹത്തിൻ്റെ ചാനലിലേക്ക് കടന്നു വരുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 115:12 തിരുവചനത്തിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നില്ലേ? മകനെ, മകളെ, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹഗായിയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2-ാം അധ്യായം 19-ാം തിരുവചന പ്രകാരം വെളിപ്പെടുത്തി തരുന്നു, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തി, ഏത് നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നുവോ ആ വ്യക്തി ആ നിമിഷം മുതൽ അനുഗ്രഹത്തിൻ്റെ കൃപയിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടുന്നു. യേശുക്രിസ്തു കുരിശുമരണത്തിലൂടെ നേടിയെടുത്ത സമ്പൂർണമായ ബ്ലെസ്സിങ്ങും, സമ്പൂർണമായ സൗഖ്യവും, സമ്പൂർണമായ വിടുതലും, സമ്പൂർണമായ രക്ഷയും ഒരാത്മാവിലേക്ക് ഒഴുകി വരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്.
നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് മരണത്തിൻ്റെ അവസാന നിമിഷം വരെ, ജനിച്ച ആ നിമിഷം മുതൽ അനുഗ്രഹത്തിൻ്റെ ഒരു പദ്ധതിയാണ് പിതാവായ ദൈവം യേശുവിലൂടെ നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ പദ്ധതിയെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. ദൈവം മനസ്സിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ മനോഹരമായ പദ്ധതിയിലേക്ക് ഒരു വ്യക്തിക്ക്, ഒരാത്മാവിന് കടന്നു വരുവാനായിട്ട്, പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും ഉന്നതമായ കൃപ ആ വ്യക്തി അനുഗ്രഹത്തിൻ്റെ ചാനലിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് വരുന്നു. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ആയ ദൈവത്തിൽ നിന്ന്, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവായ ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹം ഒരാത്മാവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ ആത്മാവ്, ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. വീണ്ടും നാം കാണുന്നു, ആത്മാവിൻ്റെ നിറവിലേക്ക്, ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന മറ്റ് ഉന്നതമായൊരു കൃപയാണ് ദൈവീയമായ സംരക്ഷണത്തിൻ്റെ കൃപ. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കൊടുക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ഉന്നതമായ ദൈവീയമായ സംരക്ഷണത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും, ഓരോ വിശ്വാസിക്കും ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 34-ാം അധ്യായം 7-ാം തിരുവചനപ്രകാരം വെളിപ്പെടുത്തി തരുന്നു, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ചുറ്റും, ഒരു വിശ്വാസിയുടെ ചുറ്റും, ഒരു ക്രൈസ്തവൻ്റെ ചുറ്റും അനേകം കോടി മാലാഖമാരുടെ ശക്തമായ സംരക്ഷണ വലയം ദൈവം ക്രമീകരിച്ചു നൽകുന്നുവെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 91-11 തിരുവചനത്തിലൂടെ ഇപ്രകാരം വചനം വെളിപ്പെടുത്തി തരുന്നു, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, മാലാഖമാരുടെ കരങ്ങളിൽ ജീവിതം നയിക്കപ്പെടുന്ന സംരക്ഷണം, ദൈവദൂതന്മാരുടെ കരങ്ങളിൽ ജീവിതം സംവഹിക്കപ്പെടുന്ന ജീവിതം, ഈ ഉന്നതമായ കൃപയിലേക്ക്, ഈ ഉന്നതമായ ദൈവീയ സംരക്ഷണത്തിലേക്ക് ഒരു ക്രൈസ്തവന്, ഒരു വിശ്വാസിക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളിലാണ്. ഞാൻ ഓർക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും ഉന്നതമായ രാജ്യമാണെങ്കിൽ ഈ രാജ്യത്തിലെ ഉന്നതനായ നേതാവ് ഒബാമ, ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ്, വലിയ സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ ജീവിതം നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റിയും ഇൻ്റലിജൻസ് വിഭാഗവും FBI ഡിവിഷനുമെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അതിശക്തമായ പ്രൊട്ടക്ഷനാണ്, അതിശക്തമായ സംരക്ഷണ വലയമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു രാഷ്ട്രീയ നേതാവിന് ലോകം കൊടുക്കുന്ന ഈ സംരക്ഷണം ഇതാ അതിനേക്കാളൊക്കെയോ എത്രയോ മടങ്ങാണ്, എത്രയോ ശക്തിയാണ് ഒരു ക്രൈസ്തവന്, ഒരു വിശ്വാസിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവീയ സംരക്ഷണം. അപ്പോൾ ഒരു ക്രൈസ്തവൻ, ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ സംരക്ഷണ ചുമതല ദൈവം ഏറ്റെടുക്കുന്നു.
ആ വ്യക്തിയുടെ സംരക്ഷണ ചുമതല സ്വർഗത്തിൻ്റേതായിട്ട് മാറുന്നു. നിന്റെ സംരക്ഷണ ചുമതല ദൈവം ഏറ്റെടുക്കണമെങ്കിൽ, നിന്റെ സംരക്ഷണ ചുമതല സ്വർഗത്തിൻ്റേതായി മാറണമെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേകം തിരുവചനങ്ങളിലൂടെ ഈശോ ആവർത്തിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകം തിരുവചനങ്ങളിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനം, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഞാൻ ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ഇതാ എപ്പോഴും നമ്മളോട് കൂടെയുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം, എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, എപ്പോഴും നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, നമ്മളെ അനാഥരായി വിടാത്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈശോ അനേകം തിരുവചനങ്ങളിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ അരൂപിക്ക് വേണ്ടി, ഈ ആത്മാവിന് വേണ്ടി, ഈ അഭിഷേകത്തിന് വേണ്ടി ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടു, ഈ അരൂപിയുടെ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിൻ്റെ നിറവിന് വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറണമെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 11-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തി തരികയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്ന ഏവനും തുറന്നു കിട്ടുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? ദുഷ്ടരായ നിങ്ങൾ, പാപികളായ നിങ്ങൾ, നിങ്ങളുടെ മക്കൾക്ക്